വെസ്റ്റേൺ നാടൻ മലയാളം റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് വ്യത്യസ്തമായിട്ട് മസൂർ ദാൾ അല്ലെങ്കിൽ ലെൻറ്റിൽസ് വെച്ച് ഒരു പായസം ഉണ്ടാക്കാം. ലെൻറ്റിൽസ്, നെയ്യ്, സാഗോ, ശർക്കര പാനി, ശർക്കര ഉരുക്കി ഉണ്ടാക്കിയത്, പിന്നെ ഗാർണിഷ് ചെയ്യാനായിട്ട് നട്ട്സ്, റീസൻസ്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ ദാള് നന്നായിട്ട് പ്രഷർ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള പാലും എല്ലാം അളവ് ഞാൻ ടൈപ്പ് ചെയ്ത് ചേർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഈ പാല് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഓൾമോസ്റ്റ് തിളയ്ക്കാറാവുമ്പോഴത്തേക്ക് കുതിർത്ത് വച്ചിരിക്കുന്ന ചവ്വരി ഇതിലേക്ക് ആഡ് ചെയ്യുക. ചവ്വരി ഏകദേശം 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അപ്പം പെട്ടെന്ന് തന്നെ വെന്തു വരും. ഒരു 3-4 തിളയാവുമ്പം തന്നെ അത് നന്നായിട്ട് വെന്ത് വരും. 3/4 വേവ് ആവുമ്പോഴത്തേക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ദാളും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വീണ്ടും ഒരു 8-10 മിനിറ്റോളം നല്ലതായിട്ട് തിളപ്പിക്കുക. അപ്പം ഈ സാഗോയുടെ രുചിയും ഈ ദാളിൻ്റെ രുചിയും കൂടെ ഈ പാലിലേക്ക് ഇറങ്ങി നല്ലൊരു പായസം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് രണ്ടും കൂടെ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കാണ് നമ്മൾ ശർക്കര പാനി ആഡ് ചെയ്യേണ്ടത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ശർക്കര പാനി നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കണം. കാരണം തിളച്ചിരിക്കുന്ന പാലിലേക്ക് നമ്മൾ ഈ ശർക്കര ഉരുക്കിയ ആ പാനിയും കൂടെ ചേർക്കുകയാണെങ്കിൽ ഈ പായസം വിരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം ഏത് പായസമാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ പായസം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ശർക്കര പാനി ഉണ്ടാക്കി തണുക്കാനായിട്ട് സമയം കൊടുക്കണം. ഇതിപ്പം ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ വീഡിയോയിൽ. ഇത് സാഗോയും ഈ പരിപ്പും കൂടെ ചേർന്നിട്ട് ഈ പായസം നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലും തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പരിപ്പ് കുക്ക് ചെയ്യുമ്പം കുറച്ചുകൂടി ആ വെള്ളം പറ്റിച്ചെടുത്താൽ മതി. ഇതിപ്പം നമ്മൾ ഒരു ഗ്ലാസ്സിൽ കുടിക്കുന്ന പരുവാണ്. പിന്നെ വേറൊരു കാര്യം ഓർക്കേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ, ഇതിരുന്ന് കഴിയുമ്പം നന്നായിട്ട് കുറുകി വരികയും ചെയ്യും. ഇപ്പം ഞാൻ ആ ശർക്കര ഉരുക്കി ആ പാനിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് ഇനി തിളയ്ക്കേണ്ട കാര്യമില്ല. ഒരു നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. പക്ഷേ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ 3 ചേരുവകളും നന്നായിട്ട് യോജിച്ചു വരണം. അവിടെയാണ് പായസത്തിൻ്റെ രുചി നമുക്ക് കിട്ടുന്നത്. ഇത് നന്നായിട്ട് യോജിച്ചതിന് ശേഷമാണ് നമ്മൾ ഗാർണിഷ് ചെയ്യാനുള്ള നട്ട്സും കിസ്മിസും എല്ലാം കൂടെ ഇതിലേക്ക് വറുത്ത് ചേർക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഏലക്കാപ്പൊടിയോ എന്താണെന്നോ ജീരകമോ, ഞാനിവിടെ ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചതാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. ചിലർ ഇത് ചുക്കും ചേർക്കും. അത് ആവശ്യത്തിനുള്ള പോലെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കുക. പിന്നെ ഇപ്പം ഗാർണിഷ് ചെയ്യാനായിട്ട് നട്ട്സും കിസ്മിസും കൂടെ വറുത്ത് ഇതിലേക്ക് ഈ നെയ്യും കൂടെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ്. ആ നെയ്യും കൂടെ ഇതിലേക്ക് നമ്മൾ ചേർക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ ലെൻറ്റിൽസ് ദാൾ അല്ലെ മസൂർ ദാൾ വെച്ചിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യണം. സൈനിങ് ഓഫ് ഷൈന തോമസ്.